കവിത ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് പ്ലൂട്ടോ. ഇപ്പോൾ കാണാം സൈന പ്ലേയിൽ. ശ്രീദേവി, എന്താ ഇത്? ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. പെട്ടെന്ന് ഇങ്ങനെ? എനിക്ക് വയ്യ. നിനക്ക് അസുഖം വല്ലതുമാണെങ്കിൽ ചികിത്സിക്കാൻ ഇവിടെ സൗകര്യം. നീ പോണ്ട. എന്നെ ഇവിടെ തടവിലിടാനാണ് ഉദ്ദേശം? അല്ല, ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ. അതിന് നീ ഇതുവരെ സഹകരിച്ചിട്ടില്ലല്ലോ. രാപകല് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീട്ടിൽ കയറി വരുന്ന എന്നെ ഒരു ഭാര്യയുടെ സ്നേഹത്തോടെ എന്തെങ്കിലും നീ സ്വീകരിച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ അന്ന് മുതല് പകയും വൈരാഗ്യം വെച്ച് മാത്രമേ നീ എന്നോട് പെരുമാറിയിട്ടുള്ളൂ. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? എന്തിനാ നീ എന്നെ ഇങ്ങനെ വെറുക്കുന്നേ? ഏതാടാ ഈ റിപ്പോർട്ടർ ജയചന്ദ്രൻ? വേറെടാ. ഇരിക്കാൻ. താനല്ലേ ഈ റിപ്പോർട്ട് എഴുതിയ ജയചന്ദ്രൻ? കഴിക്കേ. കഴിക്കണോ? ഇത് സ്കോച്ചാണ്. ആത്മഹത്യയോ കൊലപാതകമോ ഒരു പ്രേമത്തിന്റെ അന്ത്യം. എടോ, കല്യാണം കഴിച്ചയക്കേണ്ട ഒരു പെൺകുട്ടിയെ കുറിച്ച് താൻ എന്തൊക്കെ അനാവശ്യമാടോ എഴുതി വെച്ചിരിക്കുന്നേ? സത്യം തനിക്കറിയണോ? കുടി. ഈ രാധാകൃഷ്ണനെ തനിക്ക് നേരത്തെ അറിയാമായിരുന്നോ? അവന്റെ വീടും കുടുംബമൊക്കെ? ഇല്ല. ചാക്കോ, മതി. അതേ തൊഴിൽ വയറ്റിപ്പിഴപ്പിന് വേണ്ടി മുമ്പ് ഞങ്ങളും ചെയ്തിട്ടുള്ളതാ. എനിക്ക് അയാളോട് ദയ തോന്നി. പക്ഷേ സർക്കാരിന് കിസ്ത അടച്ച് ചാരായ കച്ചവടം നടത്തുന്ന ഞങ്ങൾക്ക് അയാളുടെ കള്ളവാറ്റ് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്ത് പണിയാണേലും ഷാപ്പിൽ എച്ചിൽ വളക്കുന്ന ജോലിയാണെങ്കിൽ എന്റെ മോൻ ചെയ്തോളും. ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും തെരുവിൽ ഇറങ്ങേണ്ടി വരും മുതലാളി. അന്ന് രാധാകൃഷ്ണൻ ഞാൻ അവിടുന്ന് കൂട്ടിക്കൊണ്ടു വന്നു. എച്ചിൽ പെറുക്കുന്ന പണിക്കല്ല, ഓഫീസിൽ ജോലി കൊടുത്തു. വിശ്വസിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കരുതി എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. എന്നിട്ട് ആ നാറി ഇവിടെ നിന്നുകൊണ്ട് എന്റെ നേരെ വാസ്കോ സ്ഥാപനം തകർക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അവനെ എന്ത് ചെയ്യണോടോ? അതേ ഞാൻ ചെയ്തുള്ളൂ. ചവിട്ടി തൊഴിച്ചവന്റെ എല്ല് നുറുക്കി എടുത്ത് താഴോട്ടിട്ടു. അല്ലാതെ പ്രേമവും പുല്ലുമൊന്നും അല്ല. താൻ എഴുതിക്കോ, രാധാകൃഷ്ണനെ ഈ വാസ്കോ വാസു ചവിട്ടിക്കൊന്നു. താനത് കൂടി. சாக்கோ, இப்ப நம்ம பார்க்க போறது மைசூர்லயே பெரிய அப்காரி கான்ட்ராக்டர்ஸ். ஆனா நீங்க கேரளாவிலே பெரிய அப்காரி கிங்கு. அதை மனசுல வச்சுக்கிட்டு அது மாதிரி பிஹேவ் பண்ணணும். மற்றதெல்லாம் நான் பார்த்துக்கிறேன். ஓகே? വാസു അറിയാതെ കാര്യം. இதுக்கெல்லாம் போய் கவலைப்பட்டுக்கிட்டு இந்த டிராஃப்டை கையில வச்சிங்க. ഇതിൽ എത്ര രൂപയാണ് എഴുതിയിരിക്കുന്നത്? 1 கோடி ரூபாய். என்ன நினைச்சீங்க? இவர் ஒன்றும் சும்மா வரல. നിങ്ങളെ ആരെയും ഉപദ്രവിക്കാനല്ല. വാസ്കോ കമ്പനിക്ക് മൈസൂരിൽ ஒரு ஃபுட்டிங் வேணும். He wants all your help. That's all. KRC, please. സാറേ, ഞാൻ ഒരു മലയാളിയാ. കഴിഞ്ഞ 2 വർഷമായി മൈസൂർ സിറ്റി റേഞ്ച് ഞാനാ നടത്തി വരുന്നത്. ഇനി നമ്മൾ നാട്ടുകാർ തമ്മിൽ പടവെട്ടി സർക്കാരിന് കാശുണ്ടാക്കി കൊടുക്കണോ? ഈ ചോദ്യം എനിക്ക് അങ്ങോട്ട് പോകാമല്ലോ. Mr. Chaco,
இவங்கெல்லாம் இந்த ஊருக்காரங்க. இந்த வருஷம் நம்ம கான்ட்ராக்டை விட்டு கொடுத்துடலாம். சும்மா இல்லை, அதுக்காக இவங்கெல்லாம் நமக்கு 5 லட்சம் ரூபா தராங்க. 5ന് ബദലാ 15 ലക്ഷം ഞാൻ കൊടുക്കാം. സിഗരറ്റ്? നോ താങ്ക്സ്. മലയാളിയാണെന്നല്ലാതെ പേര് പോലും പറഞ്ഞില്ലല്ലോ. പേര് പീതാംബരൻ, തിരുവനന്തപുരത്താ വീട്. ಇದು ആ. ಒಂದು ನಿಮಿಷ ಬನ್ನಿ. ഇപ്പൊ വരാം. எனக்கு நீங்களும் வேணும், அவங்களும் வேணும். 5 வேணாம், 15 வேணாம். நான் ஒண்ணு சொல்றேன், இவங்க 10 லட்சம் ரூபாய் உங்களுக்கு தராங்க, வாங்கிக்கிங்க. നടക്കില്ല KRC. ನಮ್ಮ ಹೊಟ್ಟೆ ಹೊಡಿಬೇಡಿ. ಈ 10 ಲಕ್ಷ ರೂಪಾಯಿ ತುಂಬಾ ಕಷ್ಟದಿಂದ ಕೊಡ್ತಾ ಇದೀವಿ, ತಗೊಳ್ಳಿ. தகவல்னா வாங்கிக்கிங்கன்னு அர்த்தம். வாங்கிக்கிங்க. വാസ്കോ ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിൽ നിന്ന് പിന്മാറുന്നത്, നിങ്ങൾക്ക് വേണ്ടി. ആ അപ്പൊ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച ഇതുപോലെ നമ്മൾ ബാംഗ്ലൂർക്ക്. അല്ല KRC? ആ, മോളോ സിയോ bye. കണ്ടോടി, നീയല്ലേ പറയാറ് ഞാൻ വാസ്കോയുടെ വാലാണെന്ന്? അല്ലടി, ഈ തല കൊണ്ട് ചില്ലി കാശ് മുടക്കാതെ ഞാൻ തനിയെ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ നിനക്ക് ബോധ്യമായോ ഞാൻ ആരാണെന്ന്? ഞാൻ കാണുന്നുണ്ടല്ലോ തരാതരത്തില്. ചൂലേ, എന്താ നീ പറഞ്ഞത്? ഈ തോന്നിയാസം സഹിച്ചോണ്ട് എനിക്ക് ഇനി ഇവിടെ ജീവിക്കാൻ ഒക്കില്ല. പിന്നെ ഉണക്കക്കമ്പ് പോലിരിക്കുന്ന നിനക്ക് വേണ്ടി ഞാൻ ഒരു പുണ്യാളാണോ? എനിക്ക് സൂഹിക്കണോടി. കണ്ടവരുടെ കള്ളും ചാരയും ചുമന്ന് നടന്ന കാലത്ത് ഞാൻ മതിയായിരുന്നു. അന്ന് ഈ വയറ് പട്ടിണിക്കിട്ട് ഉള്ളത് മുഴുവൻ തനിക്ക് വെച്ച് വിളമ്പി തന്നിട്ടുള്ളവളാ ഞാൻ. നിർത്തടി. ഇല്ല, 4 കാശ് കയ്യിൽ വന്നപ്പോ എല്ലാം മറന്ന് എന്നോട് കാണിക്കുന്ന ഈ ക്രൂരത താൻ അനുഭവിക്കും. എടീ, ഇറങ്ങി പോടി, പട്ടി. അമ്മണി, എന്ത്? ചാക്കോയോട് പറയാതെയാണോ പോകുന്നത്? അങ്ങേര് സർക്കിട്ട് അല്ലേ? ഡേയ്സ് മോളോ? മദ്രാസിലെ ഹോസ്റ്റലിൽ തന്നെ. അമ്മണി വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ശരിയായി. അതെ, വാസു തന്നെ. എന്താ KRC? சாக்கோ இப்ப பயங்கர ஆபத்துல மாட்டிருக்கான். நீங்க உடனடியா புறப்பட்டு பெங்களூர் வரணும். போன்ல எல்லாம் பேச முடியாது. நீங்க சீக்கிரம் வாங்க இங்க. ஓகே? 1.25 கோடி ரூபாய் டிராஃப்ட காமிச்சு இங்க இருக்கிறவங்க எல்லாரையும் பயமுறுத்தி காசு வாங்கினா சாக்கோ ஒரு தடவை இல்ல 2 தடவை. 1.25 கோடி രൂപയോ? ഇത് എവിടെന്നാ ഇത്? மெட்ராஸ்ல இருந்து எப்படியோ மேனிப்புலேட் பண்ணி வந்த கள்ள டிராஃப்ட் விஷயம் தெரிஞ்சு எவனோ காட்டி கொடுத்துட்டான். நேத்து பெங்களூர் சிட்டி ரேஞ்சில் நடந்த ஆக்ஷன்ல எல்லாரும் கையை கழுவிட்டாங்க. டெண்டர் ஓபன் பண்ணப்ப அது நம்ம தலையில விழுந்துருச்சு. എന്നിട്ട് அந்த டிராஃப்ட் இப்ப கலெக்டர் கையில. அது நாளைக்கு பேங்குக்கு போகும்போது நம்ம குட்டு வெளிப்பட்டுடும். அதுக்கு முன்னாடி மெட்ராஸுக்கு போய் பேங்க் மேனேஜரை பார்த்து எல்லாத்தையும் சமாளிக்கணும். இல்லனா ரொம்ப டேஞ்சர். അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? நான் வேண்டாம் வேண்டாம்னு 2 தடவை சொன்னேன், ஆனா கேட்கலையே. ചാക്കോ ഇപ്പൊ എവിടെ ഉണ്ട്? அவனை அவங்க பிடிச்சு வச்சிருக்காங்க. അവനൊരു അബദ്ധം പറ്റിപ്പോയതാണ്. നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. എത്ര രൂപ വേണേലും ഞാൻ തരാം. തന്റെ രൂപ മേലിൽ വാസ്കോ എന്നും പറഞ്ഞ് കർണാടകത്തിൽ ചരക്കാൻ വരരുത്. അതിനാ തന്നെ കൂടെ ഇവിടെ വരുത്തത്. രണ്ടിനും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ. എടാ പീതാംബര, നീ എന്നെ ചതിക്കായിരുന്നടാ.
உங்கள யார் சாக்கோ? ഞാനാ. ഇൻസ്പെക്ടർ, நோ ஆர்குமெண்ட். கம் ஆன். ഇൻസ്പെക്ടർ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ വാ. ஓகே, சரி சரி, இப்ப நான் வரேன். നമുക്കൊരു വക്കീലിനെ ഏർപ്പെടുത്തിയാലോ? அதெல்லாம் ஒண்ணும் வேண்டாம். இப்ப நான் யாரோட பேசிட்டு இருந்தேன் தெரியுமா? இந்த கவர்மெண்ட்லயே ரொம்ப இன்ஃபுளுன்ஸ் ஒரு ஆள். அவர் நினைச்சா நடக்காத விஷயமே இல்ல. நாம அங்க போலாம். அவங்க வந்துட்டாங்க. ഇരിക്കൂ. KRC വിവരം അറിയിച്ച ഉടനെ ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു. അദ്ദേഹത്തെ കിട്ടിയില്ല. പിയോട് വിവരമെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഹലോ, അവരുതാ പേശരാറമ്മ. நான் தான் பேசுறேன். அவர் பேரு சாக்கோ. ஆமா, எனக்கு ரொம்ப வேண்டியவர் தான். ആരോടാ പറയുന്നത്? சரி, தேங்க்ஸ். KRC മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ചാക്കോയെ ഉടനെ ഹാജരാക്കും. ഏതെങ്കിലും ഒരു വക്കീലിനെ അയച്ച് ജാമ്യത്തിലെടുത്തോളൂ. ബാക്കി പിന്നെ നോക്കാം. KRC പോയാൽ മതി. വാസു ഇരിക്കൂ. വാസു മുതലാളുടെ മുഖത്തെന്താ ഒരു വിഷമം? കൂട്ടുകാരനെ പറ്റിയാണെങ്കിൽ പേടിക്കണ്ട. KRC ചാക്കോയും കൊണ്ടേ വരൂ. അല്ലെങ്കിലും എന്തിനാ പതറുന്നത്? ഇതിലും വലിയ ആപത്തുകൾ നേരിട്ടവരല്ലേ നിങ്ങൾ. വരൂ, മുകളിലിരിക്കാം. കാർത്തികേയൻ ചേട്ടന്റെ മകളാണ് വാസുവിന്റെ ഭാര്യ അല്ലേ? അതെ. എത്ര കുട്ടികളുണ്ട്? ഇല്ല. എനിക്കും കുഞ്ഞുങ്ങളുണ്ടായില്ല. 8-9 വർഷം അങ്ങേരുടെ ഭാര്യയായിരുന്നിട്ടും. ശ്രീകണ്ഠ മുതലാളിക്ക് പണമുണ്ടായിരുന്നു, സ്വത്തും പ്രതാപവും ഉണ്ടായിരുന്നു. ഭാര്യയെ പട്ടിലും പൊന്നിലും മൂടിക്കാൻ എനിക്ക് മറ്റൊന്നും തരാൻ അയാൾക്ക് കഴിവുണ്ടായിരുന്നില്ല. എന്നിട്ടും നിയന്ത്രണം വിടാതെ ജീവിച്ച ഞാൻ ഒരിക്കൽ, ഒരു നിമിഷം അടങ്ങാത്ത മോഹങ്ങൾക്ക് അടിമപ്പെട്ടുപോയി. ആ പുഴക്കരയിൽ വെച്ച് വാസു ഓർക്കുന്നില്ലേ? തെറ്റായിരുന്നു അത്. എന്നാലും വാസു കരുതിയ പോലെ ഞാനൊരു തേവിടിശയായിരുന്നില്ല. ഇരിക്കൂ. ബാംഗ്ലൂരിൽ നിന്നൊരു വലിയ സ്ട്രഗിളും കഴിഞ്ഞു വരികയല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീണ്ട യാത്രയും. ക്ഷീണം കാണും, വിശ്രമിച്ചോളൂ. ഇവിടെ മറ്റാരും ശല്യപ്പെടുത്താൻ വരില്ല. ഞാനും.